ഞാൻ പറഞ്ഞുതരാം. കിക്കിലുകും കിലുകിലുകും ഉത്തരത്തിൽ ചത്തിരിക്കും. ഞാൻ പറയണ്ട. പല്ലി. പല്ലിയല്ല. ഉത്തരത്തിൽ ചത്തിരിക്കണ പല്ലിയല്ല. ഞാൻ പറയാം. ഞാൻ പറയാനായിട്ട് ഞാൻ പറയാം. ഒരു കുപ്പി 2 എണ്ണ. പാം ഓയിലും നല്ലെണ്ണയും. മുട്ട. ശരി, ഇനി ഞാൻ ചോദിക്കാം. ഞെട്ടില്ല വട്ടയില്ല. പപ്പടമല്ലേ ഓടിയെടുത്ത്. പിന്നെ വെള്ളയപ്പം. ഇവരൊന്നും അറിഞ്ഞൂടെ വെള്ളയപ്പം അങ്ങനെ വെള്ളയപ്പം വട്ടമാണോ? അതിന് ഞെട്ടുണ്ടോ? ഞെട്ടില്ല വട്ടയില്ല. വട്ട അതല്ല. എന്നാ ഈ കളി കളിക്കണ്ട. ഇല്ലാതെ തന്നെ ഇവിടെ ആവശ്യത്തിന് കട ഉണ്ടോ? ഇനി ഈ കടങ്കഥ ഇവിടെ കളിച്ച് കടം കൂട്ടണ്ട, മതിയാക്കി വേറെ വല്ലതും കളിക്കും. കള്ളക്കളി എന്ന് പറഞ്ഞാ അമ്മൂമ്മയും മോളും പറഞ്ഞേക്കും. പിന്നെ ചോദിച്ചോ? ഞാൻ പറയാം. ചോദിക്കാനല്ല, പിന്നെ ഞാൻ കടങ്കഥ ചോദിക്കും. കടങ്കഥ കളിക്കാൻ പറ്റിയ പ്രായം. കൊച്ചിന്റെ അമ്മ ഇച്ചിരി വെള്ളയപ്പം ഉണ്ടാക്കമ്മ. പണ്ടത്തെ ഓർമ്മ. അയ്യോ, അത് തന്നെ മാവേലിത്തറയിലെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകുമ്പോ ഇല്ലേ ക്ലീറ്റോ, ആ വെള്ളയപ്പം ഒന്ന് തിന്നണം. അതിന്റെ കൂടെ ഇല്ലേ അമ്മൂമ്മ ഈ വെള്ളയപ്പത്തിന്റെ കൂടെ കടുക് അരച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി തരൂലേ അമ്മേ? എന്റെ പൊന്നോ, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഭീകര. അത് കാണുമ്പോ കനകന് ഒരു ആക്രാന്തം കാണണം. അല്ലേലും എന്റെ അളിയന് പൈസയും തീറ്റയും ഇതിൽ രണ്ടിന്റെ ഇത്തിരി ആക്രാന്തം കൂടുതലാണ്. ഇല്ലാത്ത ഒരാളാണ്. എനിക്കെന്തോന്നു ആക്രാന്തം? ആരെങ്കിലും ആഹാരം തന്നാ ഞാൻ തിന്നും, പൈസ തന്നാ വാങ്ങും. അല്ലാതെ ഞാൻ ഇതിന്റെ പിറകെ നടക്കണമെന്നില്ല. ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുമല്ലേ. എന്ത് രസമായിരുന്നല്ലേ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ വെള്ളയപ്പം ചട്നി, വെള്ളയപ്പം ചമ്മന്തി. 3 നേരം തിന്നു, വേറെ ഒന്നും ഉണ്ടാക്കൂല. അയ്യോ, അത് ഈ അമ്മേരെ അമ്മയല്ലേ, അവർക്ക് മടിയായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കൂല. ഇതങ്ങ് ഉണ്ടാക്കിയിട്ടാ നിങ്ങൾ നിന്നും കിടക്കും. വെറുതെ ഇരിക്കുക. അന്നത്തെ ഉണക്കുന്നെല്ലാം അങ്ങോട്ട് അരിയാക്കി വെള്ളത്തിലിട്ട് അരി ആട്ടിയാണ് അതങ്ങ് ഉണ്ടാക്കുന്നത്. അതിന്റെ സ്വാദം ഒന്ന് വേറെ തന്നെ. ഇന്നത്തെ ബേക്കറി തിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു വട്ടം വാങ്ങിച്ചു തരോ? അമ്മ ഉണ്ടാക്കും. അമ്മ ഉണക്കുന്നല്ലേ പച്ചരി കൊണ്ട് ഉണ്ടാക്കും. ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കൊന്നും വേണ്ട. ഇതാ ഇവിടുത്തെ ബേക്കറിയിൽ കിട്ടും. പാക്കറ്റിലാക്കി എല്ലാം ചൂടോടെ അപ്പോഴപ്പോഴെ തന്നെ പാക്കറ്റാക്കി പറഞ്ഞു. വെള്ളയപ്പം കിട്ടുമോ? എടി ബേക്കറിയിൽ തന്തയും തള്ള മേടിച്ച് എന്ത് സാധനം വേണമെങ്കിലും ബേക്കറിയിൽ കിട്ടും. അയ്യോ ക്ലീറ്റോ, അത് പറഞ്ഞപ്പോഴാ ബേക്കറിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇപ്പൊ വേറൊരു സാധനം ഉണ്ട് ക്ലീറ്റോ. എല്ലാ ബേക്കറിയിലും കിട്ടൂല, വലിയ വലിയ ബേക്കറിയിൽ കിട്ടും. എന്നോട് രാഗി അമ്മ പറഞ്ഞത് അവര് ദുബായിൽ വെച്ചിട്ട് സ്ഥിരം കഴിക്കുമായിരുന്നെന്ന്. ഭയങ്കര ടേസ്റ്റ് ആ സാധനത്തിന്. അത് എന്താന്നറിയോ പേര്? അയ്യോ, പിസ്ത പിസ്ത പിസ്ത. ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല, കൊള്ളാം. സ്കൂളിൽ മറ്റേ നിസീന കൊണ്ടുവന്നപ്പോ അത് വല്ല കൊള്ളൂലാത്ത കൊണ്ടുവന്നായിരിക്കും. സംഭവത്തിനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്, നല്ല എരിവും പുളിയും ഉപ്പും. ഈ എരിവും പുളിയും ഇതൊക്കെ പറയണ പോലെ ഒന്നുമില്ല. ചെറിയ ഉപ്പുണ്ട്, പിന്നെ ചിലപ്പോ ഇച്ചിരി ഒരു പുളി. അതെ, നീ കഴിച്ചിട്ടില്ലോ? ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതൊന്നും വലിയ സംഭവം ഒന്നുമല്ല. നിങ്ങളെല്ലാരും കഴിച്ചിട്ടുണ്ടല്ലേ? എനിക്കും ഇത് കേട്ടപ്പോ വായി കൂടെ വെള്ളം വരുന്നത്. പറയണേ, കാണാൻ തന്നെ ഒരു ഭംഗി വന്നത്. അത്ര വലിയ സംഭവമൊന്നുമില്ല. നോക്കാം, പക്ഷെ ഇതൊക്കെ മേടിക്കണ പൈസ ആവൂടി. എത്ര രൂപ? ഒരുപാട് പൈസയൊന്നും ആവുന്നില്ല. എന്നാലും എത്ര വേണ്ടി വരും? എന്നാലും അതിന് കുഴപ്പമില്ല. എനിക്ക് 100-150 രൂപ 300 രൂപ എന്തായാലും ആവുമായിരിക്കും. 350 രൂപയ്ക്കോ? രൂപയോ? 1000 രൂപയായിട്ട് കഴിക്കണോ? അങ്ങനെ പൈസ കൊടുക്കണം. നല്ല സാധനം കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുത്താലേ വാങ്ങിക്കാം. നമുക്ക് 4 പേർക്ക് നല്ലപോലെ കഴിക്കാൻ കാണുമോ? 300 രൂപ കൊടുത്താൽ 300 രൂപ കിട്ടും. കിട്ടണ കടയുണ്ട്. ഇത് 2-3 ടൈപ്പ് ഉണ്ട്. ഇത് തന്നെ അതില് നല്ല സാധനം ക്വാളിറ്റി ഉള്ളതൊക്കെ വാങ്ങിക്കാം. എന്നാ പിന്നെ കിട്ടും. 200 രൂപയ്ക്കും കിട്ടും. അത് പക്ഷേ മേടിക്കുമ്പോ നല്ല അത് തന്നെ വേണം. എന്തായാലും എന്താവട്ടെ, ഞാൻ 300 രൂപ തരാം. പറ്റത്തുള്ള എനിക്ക് 300 രൂപ. ഇടി ഇത് പറഞ്ഞ ഉടനെ അങ്ങോട്ട് പോവാൻ. ഞാനിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഗോപി പിള്ളയുടെ കടയിലെ ഷർട്ട് തയ്ക്കാൻ കൊടുത്തേക്കണം. അത് മേടിക്കാൻ പോകണ്ട. അപ്പോഴേക്കും മേടിച്ചിട്ടുണ്ട്. നീ ഇപ്പൊ ഇത് വാങ്ങിച്ചോണ്ടാ പിന്നെ പോയി ഷർട്ട് വാങ്ങിക്കാം. അമ്മ ഇത് ഇപ്പൊ മേടിക്കാൻ പോയാലേ ഈ പൈസക്ക് കിട്ടൂല. അതെന്താന്ന് പെട്ടെന്ന്? പിന്നെ 500 രൂപയാവും. 300 രൂപയാണ്. പിന്നെ ഞാനിപ്പോ പോണത് ഇത് വാങ്ങാനല്ലേ പോണത്. അത് വാങ്ങാൻ പോകുമ്പോ ഷർട്ട് കൂടെ മേടിക്കുമ്പോ ഷർട്ടിന് പൈസ കൊണ്ട് അവിടെ കൊടുക്കേണ്ടി വരൂലേ? മനസ്സിലായില്ലേ? അതായത് ഞാനിപ്പോ ഇത് വാങ്ങാനാണല്ലോ പോണത്. പിസ്ത വാങ്ങാൻ പോകുമ്പം പിസ്ത വാങ്ങണ കൂട്ടത്തില് ഞാൻ ഗോപിപ്പിള്ളയുടെ കടയിൽ പോയി എന്റെ ഷർട്ട് കൂടെ മേടിക്കണമല്ലോ. അപ്പൊ ഷർട്ട് മേടിക്കുമ്പോ ഈ അവിടെ പൈസ കൊടുക്കണ്ടേ? പിസ്ത വാങ്ങാനല്ലേ ഞാൻ പോണത്. എനിക്ക് വയ്യ, എനിക്കത് തിന്നേ പറ്റത്തുള്ളൂ. ഒരു 500 രൂപ എന്നാ എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാം. നീ നിന്റെ കാര്യം നോക്കുമല്ലോ. നീ ഇപ്പൊ ഇത് വാങ്ങിച്ചോണ്ട് അത് തച്ച് ചേർന്നില്ലെങ്കിൽ എന്തോ ചെയ്യും? അയ്യോ, അത് തച്ച് തീർന്നില്ലെങ്കിലും പൈസ ഇവിടെ കൊടുത്തിട്ടല്ലോ. അത് പിന്നെ വാങ്ങാമല്ലോ.
ഈ അമ്മയുടെ കാര്യം 500 രൂപയെ പിന്നെ എനിക്കുണ്ട്. നിനക്കെന്തോത്തിന് എവിടെ നീ പറഞ്ഞത് കൊള്ളത്തില്ല, ഭയങ്കര രുചിയില്ല എന്നാണ്. ചേച്ചി ഞാൻ കഴിക്കും. കഴിക്കുവോ? അയ്യോ അത് ശരി. അപ്പൊ ഈ പിസ്ത വാങ്ങിക്കുമ്പോ ഷർട്ട് വാങ്ങിക്കണം, അല്ലാതെ പിസ്ത കിട്ടത്തില്ല. അതാണ് പറയുന്നത്. ഇതിപ്പോ നിങ്ങൾ ഈ പറയണായിട്ടാ എനിക്കെന്താ ഷർട്ട് വാങ്ങി വേണ്ട, ഷർട്ട് വാങ്ങണല്ലോ, പ്രശ്നം തീർന്നല്ലോ. ഞങ്ങൾക്കിപ്പോ പിസ്ത വേണമല്ലോ. അതവൻ പോയി പിസ്ത പിന്നെ ഇനിയിപ്പോ വേറെ ഞാൻ ഷർട്ട് നിന്നെ വലിയ വർത്താനൊന്നും പറയണ്ട. നിന്റെ ഷർട്ട് വാങ്ങിക്കാനുള്ള പൈസ എപ്പോഴും നിനക്ക് വേണം. ഇത്രയല്ലേ ഉള്ളു. എന്ത് ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത്? അത് പറയണ്ടല്ലോ, പറഞ്ഞ അതിനിപ്പോ പറഞ്ഞു കേൾപ്പിക്കണം. മനസ്സിലായി. ഇപ്പൊ പിസ്ത വാങ്ങാനാണ് ഞാൻ പോണത്. ഒപ്പം ആ വഴിക്ക് ഷർട്ടുകൂടെ വാങ്ങിയാ ആ പണിയെ കഴിഞ്ഞില്ലേ? അതെ 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 അതെ. വെറുതെ ഒരു മനുഷ്യൻ രണ്ടു മൂന്ന് കാര്യം മതി 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 മതി. നീ ഒറ്റ പ്രാവശ്യം നടന്നാ മതി. 500 രൂപ തരാം. മേടിക്കോ? തരാം. അതെ. അമ്മ ഇനി ഇവിടെ തന്നെ നിൽക്കട്ടെ, എങ്ങോട്ടും പറഞ്ഞു വിടണ്ട കേട്ടോ അമ്മ. അയ്യോടാ. നല്ല സ്നേഹമുള്ള സ്ത്രീയാണ്. പോയി ഉടുപ്പ് മാറി, വേഗം പോയി മേടിച്ചിട്ട് വാ. മേടിച്ചോണ്ട് അത് പൈസ കൊണ്ടുവരട്ടെ. പൈസ എടുത്തിട്ട് 500 രൂപ നോട്ട് എന്റെ കൈ കിട്ടിയാലേ ഞാൻ പോവുള്ളൂ. സമയത്ത് ഈ തള്ള ചിലപ്പോ കാല് മാറും. നമസ്കാരം. നമസ്കാരം. ഞാനേ ഈ പിസ്ത ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഉണ്ട് സാർ. ഉണ്ടല്ലേ? ഈ പിസ്തയിൽ അമേരിക്കൻ പിസ്ത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? അമേരിക്കൻ പിസ്ത ഇല്ല സാർ, അത് കഴിഞ്ഞു പോയി. ഇന്ത്യൻ ഐറ്റം മാത്രമേ ഉള്ളൂ. നന്നായി. നമുക്ക് അമേരിക്ക വേണ്ടല്ലോ, നമ്മുടെ ഇന്ത്യക്കാർ, നമുക്ക് ഇന്ത്യൻ്റെ മതി. ഈ ഇന്ത്യൻ്റെ സംഭവം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടിയത് എത്ര രൂപ റേഞ്ച് വരും? 1400 1500 ആകുമ്പോൾ അത്രേ ഉള്ളൂ. ആ നമുക്ക് പിന്നെ അതിൽ താഴോട്ട് എങ്ങനെ വരും? 800 ഉണ്ട്, 600, 400. അത്രേ ഉള്ളൂ. ഈ 400 നിന്ന് ഒരു 250 രൂപ തരാൻ പറ്റില്ലേ? പറ്റുമല്ലോ. പറ്റും. പിന്നെ അങ്ങനെ എടുക്കാം സാർ. അങ്ങനെ എടുക്കും കേട്ടോ. ഒരു 250ന്റെ പിസ്ത എടുക്കണേ. എങ്ങനെയുണ്ട് ബിസിനസ്? നന്നായിട്ട് പോകും. നല്ല അഭിപ്രായമുണ്ട്. നിങ്ങൾ ഇവിടെ എല്ലാ പ്രോഡക്ട്സ് എന്നോട് പറഞ്ഞു ഇവിടെ അമേരിക്കൻ പിസ്ത കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഉണ്ടായിരുന്നു. അതില്ലാതെ പോയി. പോട്ടെ. താങ്ക്സ്. ചേഞ്ച് കാണൂ. ശരി. നന്നായിട്ട് പാക്ക് ചെയ്ത് തരണം കേട്ടോ. ആ 250 എടുത്തിട്ടുള്ളൂ. ആയിക്കോട്ടെ. വേറെ കോംപ്ലിമെൻ്റ് ഒന്നുമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ സാർ. ഞാനൊരു ചെറിയ മുട്ടായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കാണാം. ഇടയ്ക്ക് വരാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക്സ്. പക്ഷേ എന്നാ ഇത് വെച്ചോ, കഴിക്കും. അമ്മ ക്ലീറ്റ വന്നിട്ടൊന്ന് ഒന്ന് നോക്കിയമ്മേ. ഓ ഇപ്പൊ വരുന്ന നോക്കാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്. നോക്കുന്നു. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. വാ വാ. എന്തിനാ അമ്മ പ്ലേറ്റ്? പിസ്ത കഴിക്കാൻ. അല്ല അത് ഇപ്പോഴേ നിർത്തണോ? അവ ഇങ്ങോട്ട് വരട്ടെ. അമ്മ പിസ്ത കഴിക്കാൻ പ്ലേറ്റ് ഒന്നും വേണ്ട, പിന്നെ കയ്യിൽ വെച്ച് കഴിച്ചാൽ മതി. പോയേ. പിന്നെ കയ്യിൽ വെച്ച് കഴിച്ചാൽ മതി. പിസ്ത പ്ലേറ്റ് അല്ലാതെ പിന്നെ കയ്യിൽ വെച്ച് കഴിക്കണ എങ്ങനെയാ? നിലത്തെ കവിയൂല്ലേ? അമ്മ പിസ്ത മറ്റേ കാഷ്നട്ട് പോലൊരു സാധന. ക്യാഷ് നട്ടാ അതൊന്ന്. നിനക്ക് എന്തറിഞ്ഞിട്ട് എന്നോട് രാഗി പറഞ്ഞതാണ്. കാഷ്യൂനട്ട് പോലത്തെ സാധനം അല്ല. കാഷ്യൂനട്ട് എന്ന് പറഞ്ഞ അണ്ടിപ്പരിപ്പ്. പിസ്തയുടെ മോളിലാണ് ആ സാധനമൊക്കെ ഇരിക്കുന്നത്. അമ്മ അതിന്റെ മണ്ടയിലുള്ള കവറിങ് ആണ്, അത് കഴിക്കാൻ വെക്കൂല. ഇവളുടെ വർത്താനം കേട്ട് ഇവക്ക് എല്ലാം അറിയാവുന്ന ഭാവമായിട്ടമ്മേ. നീ അവളെ കൂടുതലൊന്നും പഠിപ്പിക്കേണ്ട. അവള് ലോകം വരെ അമ്മ കണ്ടത്. അതിന്റെ അകത്തുള്ള ഒരു സാധനം. അകത്താണെങ്കിൽ നീ തിന്നണ്ട. നീ അന്നേരം എന്നോട് പ്ലേറ്റ് എനിക്ക് വേണ്ട പ്ലേറ്റ്. എന്തായാലും ഇവിടെയൊക്കെ വാരി മുടിച്ചിട്ടേ പാത്രത്തിൽ തന്നെ കിടന്നോളൂ. പിന്നല്ലാതെ പാത്രത്തിൽ നല്ല സമാധാനമായിട്ട് എടുത്ത് കഴിക്കാമല്ലോ. എനിക്ക് വയ്യ. എന്നതും ഇല്ലല്ലോ ദൈവമേ. ഇനി ഷർട്ട് കഴിച്ച് കിട്ടിയിട്ടുണ്ടാവൂലേ? ചിലപ്പോ പാർട്ടി ഓഫീസിൽ കയറി ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ കൊല്ലും ആ മനുഷ്യനെ. പാർട്ടി ഓഫീസിൽ കയറി ഇരുന്ന് ഇനി ആ നടരാജനെയും അൻസാറിനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരട്ടെ. അമ്മ ഈ പിസ്ത നല്ല പിസ്ത വാങ്ങണമെങ്കിൽ നല്ല ടൗണിലൊക്കെ പോയി വലിയ കടയിൽ കയറണം. അതിന്റെ സമയമൊക്കെ എടുക്കും, പെട്ടെന്ന് കിട്ടും. അതൊക്കെ എനിക്കറിയാം, പെട്ടെന്നൊക്കെ കിട്ടും. ഞാനൊക്കെ പോയാൽ കിട്ടും. എന്നോ അയ്യോ അത് ക്ലീറ്റ അല്ല. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. മനുഷ്യനെ എങ്ങനെ കൊതിപ്പിക്കും വിഷമിപ്പിക്കും. അവന്റെ ഒരു സ്വഭാവം തന്നെയാണ് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഫോൺ പിന്നെ വിളിച്ചാൽ എടുക്കൂലല്ലോ. ഒരാവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കൂല. വേഗം വാ. എത്ര നേരം നോക്കിയിരിക്കണത്? ഇവിടെ എത്തിയത്, ഗേറ്റിന്റെ അവിടെ എത്തിയത്. അയ്യോ നിനക്ക് പ്ലേറ്റ് ഇല്ല കേട്ടാ. അയ്യോ എനിക്ക് പ്ലേറ്റ് വേണ്ട, കയ്യിൽ വെച്ചില്ല. അല്ല നിനക്ക് വേണ്ടെന്ന് പറഞ്ഞതാ നീ. ഞാൻ തിന്നും. തിന്നോ?
വന്നു കള്ളനെ പോലെ പിസ്ത തിന്നിട്ടൊരു ഉമ്മ കൊടുത്തു. എത്ര വൈകിയത്, എത്ര നേരം നോക്കിയിരിക്കണ? എന്റെ പൊന്നോ, ഇതിലെ ഏറ്റവും നല്ല പിസ്ത അമേരിക്കൻ പിസ്തയാണെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. അങ്ങനെ അത് തിരക്കി എല്ലാ ബേക്കറിയിലും കയറി ഇറങ്ങി, പക്ഷെ ഒരിടത്തും കിട്ടിയില്ല. പിന്നെ ഇന്ത്യൻ്റെ ആണ് ഇത്. ആ ബേക്കറി അവരുടെ സ്വന്തം ഇതിൽ നിന്ന് കിട്ടണമെന്നാണ് പറഞ്ഞത്. അവരുണ്ടാക്കണമെന്നോ ഷർട്ട് തയ്ക്കാൻ പോയോ മറ്റോ എവിടെ പോയോ എന്ന് ഓർത്ത് കുറെ സമയം അവിടെ പോയി. ചെന്നപ്പോ അല്ലേ വെട്ടിയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തയ്യക്കാരെ കാര്യം എനിക്ക് അറിയാവുന്നോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് പരിചയത്തിന്റെ പുറത്ത് എനിക്ക് ഒരു 50 രൂപ കുറച്ച് തന്നു കേട്ടോ. അപ്പൊ ബാക്കി പൈസ ബാക്കി പൈസ പിന്നെ തയ്യക്കടയിൽ കൊടുത്തു. ഇതിപ്പോ 250 രൂപ, 200 രൂപ ഷർട്ട് തയ്ക്കാൻ കൊടുത്തു. ഒരു 50 രൂപ കൂടെ ഞാൻ തയ്യക്കടയിൽ കൊടുത്തു. അടുത്തെടുക്കുന്ന ഷർട്ടിന്റെ തയ്ക്കാനും കൂടെ അവിടെ കൊടുത്തു. അഡ്വാൻസ് കിട്ടും. 1 2 3 സ്റ്റാർട്ട്. തിരക്ക് 1 2 3 സ്റ്റാർട്ട്. തരണം. പെട്ടെന്ന് തുറന്നു. എന്തോന്ന് ഇതല്ല പിസ്ത, ഇതാണ് പിസ്ത. ഇതല്ല പിസ്ത. മണ്ണും പുണ്ണാക്കും അറിയാതെ സംസാരിക്കണേ. രാഖി എന്നോട് പറഞ്ഞല്ലേ ഇങ്ങനെയല്ല പിസ്ത ഇരിക്കണത്. ഞാന് പല പറഞ്ഞ ബേക്കറി കണ്ട ബേക്കറികളെല്ലാം കേറി ഇറങ്ങിയിട്ട് സാധനം കപ്പലണ്ടി പോലത്തെ സാധനം എനിക്ക് എന്തിനാ? ഇതാണ് പിസ്ത. നിനക്കറിയാമോ നീ ഉദ്ദേശിക്കുന്ന പിസ്ത എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു? ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, പിസ്ത ഇരിക്കുന്നത് ഈ അപ്പം പോലെ അല്ലെങ്കിൽ ദോശ പോലെയൊക്കെ ഇരിക്കും. നിർത്ത്. ഇപ്പൊ തന്നെ 2 അഭിപ്രായം. അപ്പം പോലെ ദോശ പോലെ. ഇതിലേതാണെന്ന് ആദ്യം തീരുമാനിക്കും. പറ. കേക്കില്ലേ, കേക്ക് പോലെ പരന്നിങ്ങനെ അവിടുന്ന് പോയി അപ്പമായി ദോശയായി കേക്കായി. എടി ഒന്നും അറിഞ്ഞൂടാത്തല്ല ക്ലീറ്റ്, അങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിന്റെ മുകളില് കുറെ പച്ചക്കറിയും ഇറച്ചിയും മറ്റേ കളറുള്ള ചുമന്നും പച്ചയൊക്കെ മുളകുണ്ടല്ലോ അതൊക്കെ ഇട്ട് ഈ കശുവണ്ടിയൊക്കെ ഇട്ട് വെച്ചേക്കണതാണ്. പശ പോലെ ഒരു സാധനം ഉണ്ട്, അതിനകത്ത് മുറിക്കുമ്പോ ഇങ്ങനെ പശ പോലെ പൊങ്ങി വരുന്ന എന്റെ അമ്മ, അത് പിസ്സ. പിസ്ത. പിസ്ത. ഡാഡി പിസ്സ. പിസ്സ PIZZA ആണ് പിസ്സ. ഞാൻ അതിന് പിസ്ത എന്നാണ് പറയല്. ഇപ്പൊ പിസ്തയും പിസയും തമ്മിൽ എന്താ ഒരക്ഷരത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ കപ്പലിന്റെ പിണ്ണാക്കും കഴുത് ചായയും ചാരായിട്ട് 1-2 അക്ഷരത്തിന്റെ വ്യത്യാസമുള്ളൂ. എന്നിട്ട് രണ്ടും കുടിച്ച 2 രീതിയാ. അതറിയാവോ? എനിക്ക് പിസ്ത വേണം. എന്റെ പൊന്നെ ക്ലീറ്റസ്, ഇത് പിത്തേം കിത്തേന്നും അല്ല. പണ്ട് ഹബീൽദാർ എനിക്ക് ഇഷ്ടം പോലെ തുടങ്ങി ഞാൻ ഒന്ന് നിർത്തുവോ? ഇത് വേണമെങ്കിൽ തിന്നണല്ലേ എപ്പോ എടുത്ത് ഞാൻ തൽക്കാലം ഇത് കഴിയമ്മ. കഷ്ടമാണ് നോക്കണേ. അതെ, ആ സാധനമൊക്കെ വാങ്ങണമെങ്കിൽ 1-2 രൂപ എടുത്താൽ പോലെ 10,000 രൂപ ചെലവാകും. പിന്നല്ലാതെ ഒരു പൈസ ഞാൻ തരത്തില്ലല്ലോ. അയ്യോ 100-500 രൂപ കൊണ്ട് പോയിട്ട് പിത്തായും കൊണ്ട് വന്നിരിക്കുന്നു. അയ്യോ, നമ്മൾ ജവളിക്കടയിൽ നിന്ന് തുണിയല്ലേ വാങ്ങിച്ചോണ്ട് വെച്ചേക്കണത്. ഇപ്പൊ കൊണ്ട് മാറി എടുക്കാം, അളവ് ശരിയാവില്ല എന്ന് പറഞ്ഞു. എടി കഴുത, ഇതൊക്കെ അവര് പാക്ക് ചെയ്ത് ബില്ലടിച്ച സാധനമാണ്. ഇനി ഒന്ന് മാറ്റി തരുമൊന്നുമില്ല. വേണമെങ്കിൽ തിന്ന നീ. ഇത് നല്ലതാ, കഴിച്ചു നോക്ക്. അല്ല പിന്നെ ഇതിനൊരു കുഴപ്പമില്ല, നല്ല സാധനം. ഞാനേ തിന്നത്. അയ്യോ, 20 രൂപ കൊടുത്തിട്ടുണ്ട് ഇതാ കടയിൽ നിന്ന് കിട്ടുമല്ലോ. പിന്നെ 20 രൂപ വെച്ചേക്കണേ. നിന്റെ അവിടെ ബേക്കറി ഇട്ടേക്കണത് എന്റെ അടുത്ത അഭിലാരമൊന്നുമല്ല. എന്തിന് അപ്പോൾ നീ കളിക്കാൻ നീ പോ. നീ വേണം എടുത്ത് കഴിക്കുന്നു. നല്ല സാധനം. എന്തോന്നേ ഇതക്കളി നീ പഠിച്ചിരുന്നു 24 മണിക്കൂർ ഇത് തന്നെ. ഒരു ചായ ആയിട്ട് നേരം കുറെ ആയി. എന്തിനു സങ്കടപ്പെടാം? അവളെ കെട്ടിയാൽ വേറെ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയാ? ഇല്ലല്ലോ. സങ്കടമൊക്കെ എനിക്കുണ്ട് ഒരുപാട്. ഓ, ഇതെന്തോ പച്ചവെള്ളം. ഇവിടെ ഗ്യാസ് ഇല്ലേ എടി? ഡാഡി, എനിക്കിപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ലേ, അതിൽ കുറച്ച് കൂടിയ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട്. അത് വാങ്ങിച്ചത്. ഓ അമ്മ, ഡാഡി അതിൻ്റെ അതിൻ്റെ അകത്ത് ഭൂതക്കണ്ണാടി ഉണ്ട്. ക്ലാസ്സിലുള്ള ഡാഡി എത്ര വാങ്ങിച്ചാ ഡാഡി? ഞാൻ ആഗ്രഹിച്ചു ഇൻസ്ട്രുമെന്റ് ബോക്സ്, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എല്ലാവർക്കും ഉണ്ട് ഡാഡി. ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മനുഷ്യനുണ്ട്, ആവശ്യത്തിനാവാം.
പക്ഷെ അത് അമിതമായോണ്ടല്ലോ അത്യാഗ്രഹമായിട്ട് മാറും മോളെ. ഇപ്പൊ വാങ്ങിച്ചു തരോ? എടി നിനക്ക് ഇപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടോ? അതിന്റെ ഭൂതക്കണ്ണാടി ഇല്ല. ഞാൻ ഒരെണ്ണം ഉണ്ടല്ലോ, അതിന് വേറെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത്യാഗ്രഹം പാടില്ല മോളെ. ഓ ശരി. വലിയ ആൾക്കാരായാലും കുട്ടികളായാലും ആവശ്യത്തിനൊക്കെ ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിക്കണ എല്ലാം അങ്ങനെ നടക്കുമെന്നും വിചാരിക്കണ്ട. ചിലതൊക്കെ നടക്കും, അത് നടന്ന ഭാഗ്യം. ഓക്കെ, വേണ്ട എനിക്ക്. വേണ്ട വേണ്ട, ഞാൻ പറയുകയാണ്, ഞാൻ നിന്നോട് പറയുകയല്ല. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആളുകൾ വേറെ ഉണ്ട് ഇവിടെ. അല്ലേ, എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അതിന്റെ പിന്നാലെ അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ആരും ആഹാരവും കഴിക്കണ്ട. എനിക്കൊന്നും വേണ്ട. നീ മിണ്ടായിരിക്കും, ഞാൻ നിന്നോടല്ല പറഞ്ഞേ. അല്ല, എനിക്കുണ്ട് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം സാധിച്ചെന്നാ. വളർന്ന വലിയ ആളുകളാണെങ്കിൽ ഒന്നും ബോധമില്ലാന്നുള്ളത്. എൻ്റെ ആഗ്രഹം എന്താ അറിയാമോ? കേരളത്തിലെ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് നടക്കുമോ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹങ്ങൾ അടക്കി വെച്ച് ജീവിക്കണം. ഈ ലോകത്തുള്ള എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ, അഹങ്കാരികളായി മാറും മനുഷ്യൻ. നീ അങ്ങോട്ട് എഴുതുക. ഞാൻ പറയണത് ഞാനല്ലേ പറയണത്, നീ അത് എഴുതിക്കോ. കേൾക്കേണ്ടവരത് കേൾക്കും, മനസ്സിലാക്കിക്കോളും. എവിടെ മനസ്സിലാവാൻ? ഹലോ, ക്ലീറ്റസ് ഞാൻ തന്നെ. കെവിൻ ബേക്കറി എവിടെ? പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള അതെ. ഓ അത് ശരി, സംഭവം ഞാൻ ശരിയാക്കി തരാം. ശരിയാക്കി തരാമെന്ന് ഞാനല്ലേ പറയണേ. നിങ്ങൾ ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ വിളിച്ചേ. ഞാൻ ശരിയാക്കി തരാം. പക്ഷെ അതിന് എനിക്ക് നിങ്ങൾ പകരം ചെറിയൊരു സഹായം ചെയ്യേണ്ടി വരും. പൈസയല്ല, വേറൊരു സാധനം ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ എനിക്ക് എത്തിച്ചു തരണം. മാഷെ, പൈസയല്ല, ഒരു പിസ്സ. അതായത് ഈ ദോശ പോലെ വട്ടത്തിലിരിക്കുന്ന ആ സാധനത്തിൻ്റെ മുകളിൽ പച്ചമുളകും ചുവന്ന മുളകും ഒക്കെ ഇട്ടിട്ട് ഇറച്ചിയൊക്കെ അതിൻ്റെ മുകളിൽ തൂകിയിട്ടേ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അത് തന്നെ അതിലുള്ള ഒരു പിസ്സ നിങ്ങളുടെ കടയിൽ ഉള്ളതിൽ ഏറ്റവും വലുതും ഏറ്റവും രുചിയുള്ളതും ഏറ്റവും വില കൂടിയതായിട്ടുള്ള ഒരെണ്ണം തന്നെ ഇങ്ങോട്ട് പോരട്ടെ. നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. Alien versus Alien.